Earnmarks, your perfect learning partner. ഡിഫൈൻ പാർലമെന്റ്. എന്താണ് ഈ പാർലമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പറയുന്നുണ്ടല്ലോ പാർലമെന്റ്, കേന്ദ്ര നിയമനിർമ്മാണ സഭ, അതാണ് പാർലമെന്റ്. ശരിയാണോ? ശരിയാണ് അല്ലെ. ഇന്ത്യയിലെ കേന്ദ്ര നിയമനിർമ്മാണ സഭയെ വിളിക്കുന്ന പേരെന്താണ്? ഈ പാർലമെന്റ് എന്നാണ്. പാർലമെന്റിൽ ആരൊക്കെയാണ് ഉൾപ്പെടുന്നത്? പ്രസിഡന്റ് ഉൾപ്പെടുന്നുണ്ട് അല്ലെ. പ്രസിഡന്റ് പാർലമെന്റ് ഉൾപ്പെടുന്നു. തീർച്ചയായിട്ടും പ്രസിഡന്റ് ഉൾപ്പെടുന്നുണ്ട്. ഒരു ബില്ല് എന്ത് ചെയ്യണം? സൈൻ ചെയ്തിട്ടില്ലേ? ഫൈനലി സൈൻ ചെയ്യുന്ന ആരാണ്? നമ്മുടെ പ്രസിഡന്റ് ആണ് അല്ലെ. ഫൈനലി സൈൻ ചെയ്തിട്ട് അത് നിയമമായി മാറും അല്ലെ. അപ്പോ പ്രസിഡന്റ് ചെയ്യുന്നുണ്ട്, ഉൾപ്പെടുന്നുണ്ട്. അപ്പൊ ഫസ്റ്റ് പ്രസിഡന്റ് ചെയ്യുന്നുണ്ട്, രാഷ്ട്രപതി എന്ത് ചെയ്യുന്നു? ഉൾപ്പെടുന്നു അല്ലെ. നമുക്ക് നെക്സ്റ്റ് നോക്കാം. ജനസഭയായിട്ടുള്ള ലോകസഭ എന്ത് ചെയ്യുന്നടാ? ഉൾപ്പെടുന്നുണ്ട്. ജനസഭയായിട്ടുള്ള ലോകസഭ ഉൾപ്പെടുന്നുണ്ട്. പിന്നെ ആര് ഉൾപ്പെടുന്നുണ്ട്? സംസ്ഥാനങ്ങളുടെ കൗൺസിൽ ആയിട്ടുള്ള ഓരോ സംസ്ഥാനം സെലക്ട് ചെയ്തിട്ടുള്ള വ്യക്തികളായിട്ടുള്ള രാജ്യസഭയിലേക്ക് വന്ന ആൾക്കാരും എന്ത് ചെയ്യുന്നു? ഉൾപ്പെടുന്നുണ്ട്. അപ്പോ പ്രസിഡന്റ്, ലോകസഭ, രാജ്യസഭ, ഇവര് മൂന്നാൾക്കാരും ടീമായിട്ട് എന്ത് ചെയ്യുക? വർക്ക് ചെയ്യുന്നതാണ് നമ്മളെ പാർലമെന്റ് അല്ലെങ്കിൽ കേന്ദ്ര അല്ലെ എന്താ പറയുന്നത്? കേന്ദ്ര നിയമനിർമ്മാണ സഭ അല്ലെങ്കിൽ പാർലമെന്റ് എന്ത് ചെയ്യുന്നു? അറിയപ്പെടുന്നു. ഓക്കെ അല്ലേ? ആരൊക്കെയാണ്? പ്രസിഡന്റ്, ലോകസഭ, രാജ്യസഭ, ഇവരെയാണ് പാർലമെന്റ് അല്ലെങ്കിൽ കേന്ദ്ര നിയമനിർമ്മാണ സഭ എന്നറിയപ്പെടുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. രാജ്യസഭയുടെ ഘടനയും സഭയിലേക്ക് തെരഞ്ഞെടുക്കുന്ന വിധവും എന്ത് ചെയ്യുക? വിശദീകരിക്കുകയാണ് അല്ലെ ശ്രദ്ധിക്കുന്നത്. എന്താണ്? ഡിസ്ക്രൈബ് ദ കോമ്പറ്റീഷൻസ് ഓഫ് എ രാജ്യസഭ ആൻഡ് മെത്തേഡ് ഓഫ് എലക്ഷൻസ് ഓഫ് മെമ്പേഴ്സ്. ഏതാ നോക്കാം. എങ്ങനെയാണ് സഭയിലേക്ക് തെരഞ്ഞെടുക്കുന്ന വിധം എന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് നോക്കാം. ഇന്ത്യൻ പാർലമെന്റ് രണ്ട് തരം സഭയുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ എന്തുണ്ട്? രാജ്യസഭയുണ്ട്, അതുപോലെ തന്നെ ലോകസഭയുണ്ട്. ഈ രാജ്യസഭയെ നമ്മൾ പറയുന്നതാണ് ഉയർന്ന മണ്ഡലമെന്നും ലോകസഭയെ നമ്മൾ താഴ്ന്ന മണ്ഡലം എന്നാണ് എന്ത് ചെയ്യുന്നത്? പറഞ്ഞിട്ടുള്ളത് അല്ലെ. ഈ രാജ്യസഭ എങ്ങനെയാണ്? സംസ്ഥാനങ്ങളുടെ പ്രതിനിധികളാണ് മെയിൻ ആയിട്ട് ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത്. പക്ഷെ ലോകസഭ എങ്ങനെയാണ്? ജനങ്ങളെ പ്രതിനിധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആര്? ലോകസഭ. ജനങ്ങളുടെ പ്രതിനിധിയാണ് ഇത് ലോകസഭയിലും. സ്റ്റേറ്റിന്റെ പ്രതിനിധി ആയിരിക്കും ഇവിടെ രാജ്യസഭയിലുള്ള ഉൾക്കൊള്ളുന്നുള്ളത്. ഓക്കെ, രാജ്യസഭ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പിരിച്ചുവിടാൻ പറ്റില്ല. അതായത് ഓൾറെഡി അതിൽ മെമ്പർ ആയിട്ടുള്ള ആര് കാലാവധി കഴിഞ്ഞാൽ അവരങ്ങോട്ട് പിരിഞ്ഞു പോകുന്നല്ലാണ്ട് രാജ്യസഭ എന്തെയാണ് ഒരു 5 വർഷം കഴിഞ്ഞിട്ട് പിരിച്ചുവിട്ട് പുതിയ ഗവൺമെന്റ് വരുന്ന പോലൊന്നും രാജ്യസഭ പിരിച്ചുവിടാൻ പറ്റില്ല. അംഗങ്ങളുടെ കാലാവധി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ ഓട്ടോമാറ്റിക്കലി എന്തേ പൊയ്ക്കോളൂ, ആ ഒരു മൈൻഡ് ആയിരിക്കും. ഓക്കെ, എത്ര ആൾക്കാരാണ് രാജ്യസഭയിലുള്ളത്? 250 അംഗങ്ങളാണ് എന്ത് ചെയ്യുന്നത്? രാജ്യസഭയിൽ ഉള്ളത്. ശ്രദ്ധിക്കുക, അതിൽ 12 ആൾക്കാർ എന്ത് ചെയ്യാണ്? നമ്മുടെ ഗവൺമെന്റ് നോമിനേറ്റ് ചെയ്യാണ്. ഇത് കല, സാഹിത്യം, അങ്ങനെ കുറച്ച് പ്രശസ്തമായിട്ടുള്ള സ്റ്റേജിൽ നിന്ന് ആൾക്കാരെ സെലക്ട് ചെയ്യുന്നു. ബാക്കി 2 പേര് എന്ത് ചെയ്യുന്നോടാ? ആംഗ്ലോ ഇന്ത്യ എന്ന് പറയുന്നതിൽ നോമിനേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അല്ലെ. പക്ഷെ ഇതിൽ ഇതൊന്നും പറയുന്നില്ല, ഇത്രേ പറയുന്നുള്ളൂ. 12 പേരെ കലാശാസ്ത്ര മേഖലകളിൽ നിന്നും പ്രസിഡന്റ് എന്ത് ചെയ്യുന്നു? സെലക്ട് ചെയ്യപ്പെടുന്നു. ടോട്ടൽ എത്ര മെമ്പേഴ്സ് ഉണ്ട് രാജ്യസഭയിൽ? 250 ആൾക്കാരാണ് എന്ത് ചെയ്യുന്നത്? രാജ്യസഭയിൽ ഉള്ളത്. അത്രയും പഠിച്ചു വെക്കാം. ഓക്കെ, നോക്കാം. ഓരോ സംസ്ഥാനത്തെയും തെരഞ്ഞെടുക്കപ്പെട്ട നിയമസഭാ അംഗങ്ങളായിരിക്കും രാജ്യസഭകളെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം അല്ലെ. ഓരോ സ്റ്റേറ്റിൽ നിന്ന് സെലക്ട് ചെയ്യപ്പെട്ട ആൾക്കാരായിരിക്കും രാജ്യസഭ അംഗങ്ങളെ എന്ത് ചെയ്യുന്നുള്ള സെലക്ട് ചെയ്യാനുള്ള അവകാശം ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, രാജ്യസഭയുടെ കാലാവധി എത്ര? 6 വർഷമാണ് എന്ത് ചെയ്ത്? രാജ്യസഭയുടെ കാലാവധി. ആരാണ് രാജ്യസഭയുടെ ഔദ്യോഗിക ചെയർമാൻ എന്ന് പറയുന്ന ആരാണ്? നമ്മുടെ വൈസ് പ്രസിഡന്റ് ആണ്. ഓൾറെഡി നമ്മൾ കഴിഞ്ഞ കാര്യനിർവഹണ വിഭാഗം എന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത്, അപ്പൊ രാജ്യസഭയിൽ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. 6 വർഷമാണ്. നമ്മുടെ വൈസ് പ്രസിഡന്റ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്? ചെയർമാന്. കാര്യങ്ങള് സഭ ഒരിക്കലും പിരിച്ചുവിടാൻ പറ്റില്ല. 250 ആൾക്കാരായിരിക്കും എന്നൊക്കെ എന്താ പറയാ, ഇത്രയും ഒരു കുഞ്ഞു പോയിന്റ് ഉള്ളൂ. ജസ്റ്റ് നമുക്ക് വായിച്ചു നോക്കിയാൽ മെമ്മറി വെക്കാവുന്നേ ഉള്ളൂ കേട്ടോ. നെക്സ്റ്റ് നമുക്ക് പോകാം. രാജ്യസഭ അംഗമായിരിക്കാൻ വേണ്ട യോഗ്യതകൾ എന്തെല്ലാം? വാട്ട് ആർ ദ ക്വാളിഫിക്കേഷൻ ഫോർ ബിക്കമിങ് എ രാജ്യസഭ മെമ്പേഴ്സ്? എന്തൊക്കെ യോഗ്യതകളാണ് ഒരു രാജ്യസഭ മെമ്പർ ആയിരിക്കാനുള്ളത്? അദ്ദേഹം ഇന്ത്യൻ പൗരനായിരിക്കണം. എത്ര വയസ്സ് തികഞ്ഞിരിക്കണടാ? 30 വയസ്സ് എന്ത് ചെയ്യണം? കഴിഞ്ഞിരിക്കണം അല്ലെ. 30 വയസ്സിൽ കുറയാത്ത പ്രായം ഉണ്ടായിരിക്കും. 30 വയസ്സ് മിനിമം ആയിരിക്കണം. നെക്സ്റ്റ്, ഇന്ത്യൻ ഭരണഘടനയോട് എന്ത് ചെയ്യണം? ഒരു കൂറും വിശ്വാസം എന്ത് ചെയ്യണം? പുലർത്തുന്ന ഒരു ട്രസ്റ്റ് ഉള്ള ഒരാളായിരിക്കണം. അത്രയും പഠിച്ചാൽ മതി. അതുപോലെ അദ്ദേഹം എന്ത് ചെയ്യണം? ഏതെങ്കിലും ഒരു വോട്ടർ പട്ടികയിൽ പേരുള്ള ആളായിരിക്കണം. ഒന്നുമില്ല, ജസ്റ്റ് ഇത്ര മാത്രം പഠിച്ചാൽ മതി. ഇന്ത്യൻ പൗരനായിരിക്കണം. 30 വയസ്സെങ്കിലും മിനിമം എന്ത് ചെയ്യണം? തികഞ്ഞിരിക്കണം. അത്രേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് എക്സ്പ്ലെയിൻ ദ കോമ്പറ്റീഷൻസ് ഓഫ് ഇലക്ഷൻ ഓഫ് ലോകസഭ. ലോകസഭയുടെ ഘടനയും തെരഞ്ഞെടുപ്പും എന്ത് ചെയ്യുക? വിശദീകരിക്കുക അല്ലെ. ഇനി നമ്മൾ ലോകസഭയിൽ എങ്ങനെയാണ് ആൾക്കാരെ സെലക്ട് ചെയ്യുന്നത്, ആ കാര്യങ്ങൾ, ലോകസഭയുടെ ഘടന, അതൊക്കെയാണ് മെയിൻ ആയിട്ട് നമ്മൾ വിശദീകരിക്കാൻ പോകുന്നത്. ഫസ്റ്റ് പോയിന്റ് നോക്കാം. അധോ മണ്ഡലമാണ് ഇത് ലോകസഭ. ലോകസഭ എന്ന് പറയുന്നത് എന്താടാ? ഒരു അധോ മണ്ഡലമാണ് അല്ലെ. ഓരോ 5 വർഷം കൂടുമ്പോൾ നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിലൂടെയാണ് നമ്മൾ ലോകസഭാ അംഗങ്ങൾ എന്ത് ചെയ്യുന്നത്? സെലക്ട് ചെയ്യുന്നത്. എത്ര
മെമ്പേഴ്സ് ആയിരിക്കും ലോകസഭയിൽ? നമ്മൾ ഓൾറെഡി രാജ്യസഭ പറഞ്ഞു 250 ആൾക്കാരാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലോകസഭയിൽ എത്ര ആൾക്കാരായിരിക്കും പഠിച്ചു വെക്കണം? 552 പേരാണ് എവിടെ ഉണ്ടായിരിക്കുക? ലോകസഭയിൽ ഉണ്ടായിരിക്കുക. അതില് 530 പേരെ നമ്മൾ എന്ത് ചെയ്യുന്നടാ? പൊതു തെരഞ്ഞെടുപ്പിലൂടെ സെലക്ട് ചെയ്യുന്നു. ബാക്കി 20 അംഗങ്ങൾ എന്ത് ചെയ്യുന്നു? നമ്മൾ കേന്ദ്ര ഭരണ പ്രദേശങ്ങളെ ലെഫ്റ്റനന്റ് പ്രതികളെയും അതുപോലെ 2 ആംഗ്ലോ ഇന്ത്യൻ ആൾക്കാരെയും എന്ത് ചെയ്യുന്നു? സെലക്ട് ചെയ്യുന്നു. അപ്പം 552 പേര്, 30 പേര് ഓൾറെഡി നമ്മൾ എന്ത് ചെയ്യുന്നു? തെരഞ്ഞെടുപ്പിലൂടെ സെലക്ട് ചെയ്യുന്നു. 20 ആൾക്കാരെ നമ്മൾ കേന്ദ്ര ഭരണ പ്രദേശങ്ങളിൽ നിന്നും, 2 ആൾക്കാരെ ആംഗ്ലോ ഇന്ത്യൻ. അപ്പൊ രാജ്യസഭയിൽ നമ്മൾ 250 പറഞ്ഞു, അതിൽ 12 ആൾക്കാരെ കലാസാഹിത്യയിൽ നിന്നും. ലോകസഭയിൽ 552 പറഞ്ഞു, അതിൽ 530 പേരെ എന്ത് ചെയ്യുന്നു? തെരഞ്ഞെടുപ്പ് സാധാരണ നോർമലായിട്ട് തെരഞ്ഞെടുക്കുന്നു. ബാക്കി നമ്മൾ പറഞ്ഞ പോലെ 20 ആൾക്കാരെ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നും, ബാക്കി 2 പേരെ ആംഗ്ലോ ഇന്ത്യയിൽ നിന്നും എന്ത് ചെയ്യുന്നു? സെലക്ട് ചെയ്യപ്പെടുന്നു. ഓക്കെ, എങ്ങനെയാണ് നമ്മൾ ഈ ജനസംഖ്യ, അതായത് ലോകസഭാ സീറ്റുകളുടെ എണ്ണം നിശ്ചയിക്കുന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഓരോ സംസ്ഥാനങ്ങളുടെയും ജനസംഖ്യകൾക്ക് അനുപാതകമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ലോകസഭാ സീറ്റുകളുടെ എണ്ണം ഫിക്സ് ചെയ്യുന്നത്. ഓരോ സംസ്ഥാനം, ഇപ്പൊ ഉത്തർപ്രദേശത്ത് അതേപോലത്തെ പോപ്പുലേഷൻ ആയിരിക്കില്ല കേരളത്തത്. മനസ്സിലായില്ലേ? അപ്പൊ ആ ഒരു പോപ്പുലേഷൻ ബേസ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ലോകസഭാ സീറ്റുകളിൽ എന്ത് ചെയ്യുന്നത്? ഫിക്സ് ചെയ്യുന്നത് ആൾക്കാരെ. അത് മാത്രം എന്ത് ചെയ്യുക? പഠിച്ചു വെക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞു രാജ്യസഭയിലെ നേതാവ് ആരാണ്? വൈസ് ചെയർമാനാണ്. അങ്ങനെയാണെങ്കിൽ ലോകസഭ ആരായിരിക്കും ഭരിക്കുന്നത്? സ്പീക്കർ അല്ലേ ഭരിക്കുന്നത്? ലോകസഭയുടെ മെയിൻ ആളാരാണ്? സ്പീക്കർ ആണ് അല്ലെ? ഓക്കെ, സ്പീക്കർ ഇല്ല എന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ ആരായിരിക്കും ഭരിക്കുക? ഡെപ്യൂട്ടി സ്പീക്കർ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? ലോകസഭ ഭരിക്കുന്നത്. ഓക്കെ, ഡിസ്ക്രൈബ് ദ പവർ ഓഫ് സ്പീക്കർ ഓഫ് ലോകസഭ. ലോകസഭ സ്പീക്കറുടെ അധികാരങ്ങൾ എന്താണ്? ഓക്കെ, നമ്മൾ വൈസ് പ്രസിഡന്റിന്റെ അധികാരങ്ങൾ കഴിഞ്ഞ കാര്യനിർവഹണത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ സ്പീക്കർക്ക് എന്ത് പവറാണുള്ളത്? ശ്രദ്ധിക്കുക. ഓക്കെ, നമ്മുടെ ലോകസഭയുടെ അധ്യക്ഷൻ ആരാടാ? സ്പീക്കറാണ്. ഇനിയിപ്പോ ലോകസഭയുടെ കാലാവധി കഴിഞ്ഞു വരച്ചോട്ടെ, അടുത്ത ഇലക്ഷൻ ആൾക്കാരെ സെലക്ട് ചെയ്യുന്നവരെ ആര് അവിടെ ഉണ്ടായിരിക്കും? ഈ സ്പീക്കർ അവിടെ ഉണ്ടായിരിക്കും. എന്തൊക്കെയാണ് അധികാരങ്ങൾ? സഭ വിളിച്ചു ചേർക്കുന്നതിനും യോഗം സെലക്ട് ചെയ്യില്ല, യോഗം സംഘടിപ്പിക്കില്ല, അതിന് അധ്യക്ഷ വഹിക്കുന്ന ആരാടാ? സ്പീക്കറാണ് അല്ലെ? സ്പീക്കറുടെ അനുവാദം ഇല്ലാതെ ഒരു അംഗങ്ങൾക്കും എന്ത് ചെയ്യാൻ പറ്റില്ല? സഭയിൽ നിന്നിട്ട് പ്രസംഗിക്കാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ എന്ത് ചെയ്യുന്നില്ല? അനുവാദമില്ല. അപ്പൊ എന്താണ് ഫസ്റ്റ് പഠിച്ചിട്ട് സഭകളിൽ എന്താണ്? സഭയിൽ മീറ്റിംഗ് വിളിച്ചു ചേർക്കുന്നു അല്ലെ? ഇനിയിപ്പോ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിലും ആരുടെ അനുവാദം വേണം? സ്പീക്കറുടെ അനുവാദം വേണം അല്ലെ? ഇനി നെക്സ്റ്റ് നോക്കാം. അംഗങ്ങൾക്ക് പ്രമേയം ആയിക്കോട്ടെ, ബില്ലുകളായിക്കോട്ടെ, ഭേദഗതികളായിക്കോട്ടെ അവതരിപ്പിക്കുന്നതിന് ആര് ഹെൽപ്പ് വേണ്ട? സ്പീക്കർ അനുമതി വേണം. ഇപ്പൊ ഒരു പ്രമേയം ആയിക്കോട്ടെ, ബില്ലായിക്കോട്ടെ, എന്തിപ്പോ ഒരാൾക്ക് അവതരിപ്പിക്കണമെന്ന് വിചാരിച്ചാൽ, പക്ഷെ സ്പീക്കറോട് എന്ത് ചെയ്യണം? മുൻകൂട്ടി അനുമതി വാങ്ങിക്കണം. ഞാനിങ്ങനെ ഈ മീറ്റിംഗിൽ എന്ത് ചെയ്യാൻ പോവാണ്? അവതരിപ്പിക്കാൻ പോവാണെന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അതായത് മെയിൻ ആയിട്ട് ഈ അച്ചടക്കം നമ്മുടെ ലോകസഭയിൽ മീറ്റിംഗ് വിളിക്കുന്ന സമയത്ത് ലോകസഭയിൽ അച്ചടക്കം പാലിക്കുന്നതും അല്ലെങ്കിൽ എന്താ പറയുന്നത് നിയമാനുസൃതമായിട്ടുള്ള സഭാ നടപടി നടപ്പിക്കുക ആരാ ചെയ്യുന്നത്? ഒക്കെ സ്പീക്കറാണ് ചെയ്യുന്നത്. ഒരു മേൽനോട്ടക്കാരനാണ് ആരെന്ന് പറയുന്നത്? സ്പീക്കർ എന്ന് പറയുന്നത്. ഇനി കാസ്റ്റിംഗ് വോട്ട് എന്ന് സംസാരമുണ്ട്. എന്താണ് ഈ കാസ്റ്റിംഗ് വോട്ട് എന്ന് പറയാ? ഇനിയിപ്പോ സഭയിൽ ഒടി തല്ലടക്കായിരിച്ചു, ഭയങ്കര തല്ല്, ഒരു ബില്ല് പാസ്സാക്കി എന്തായാലും ഭയങ്കര തല്ലടക്കായിരിച്ചത്. അങ്ങനെ ഫൈനലി എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ സ്പീക്കർ എന്താണ്? കാസ്റ്റിംഗ് വോട്ട്, സ്പീക്കർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്? ഒരു കാസ്റ്റിംഗ് വോട്ട് ഇടാണ്. അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും? കാസ്റ്റിംഗ് വോട്ട് ആർക്കുണ്ട്? സ്പീക്കർക്കുണ്ട്. സ്പീക്കർക്കായിട്ടുള്ള സ്പെഷ്യൽ വോട്ടാണ് കാസ്റ്റിംഗ് വോട്ട് എന്ന് പറയുന്നത്. സഭയുമായിട്ടുള്ള ബന്ധപ്പെട്ട എല്ലാ രേഖകളും ഒരു കസ്റ്റേഡിയൻ ആരാണ്? സ്പീക്കറാണ്. സ്പീക്കർ ആയിരിക്കും, അതായത് ലാസ്റ്റ് ആയിട്ടുള്ള തീരുമാനം എടുക്കുന്ന ആരാണ്? സ്പീക്കറാണ്. എല്ലാ എന്താ പറയാ തീരുമാനങ്ങളും പറഞ്ഞ ശേഷം അന്തിമ തീരുമാനം എടുക്കുന്ന ആരായിരിക്കും? സ്പീക്കറാണ്. ഇതാണെന്ന് പറയുന്ന ആരാണ്? സ്പീക്കറാണ്. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത് പിന്നെ ഒരു ചെറിയ പോയിന്റ് ആണ്, ഒന്നുമില്ല, അച്ചടക്കമൊക്കെ ആരാണ് മേൽനോട്ടം വഹിക്കുന്നത്? സ്പീക്കറാണ്. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് സ്പീക്കർ നമ്മൾ മെയിൻ ആയിട്ട് പറഞ്ഞ ഒരു ലോകസഭയുടെ എല്ലാ കംപ്ലീറ്റ് കാര്യങ്ങളും ശ്രദ്ധിക്കുന്ന ആര് തന്നെയാണ്? നമ്മുടെ സ്പീക്കർ തന്നെയാണ്. Earn Marks, your perfect learning partner.